നിങ്ങൾ ഇപ്പോഴും ലിങ്ക്ഡിൻ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ലിങ്ക്ഡിൽ റീച്ച് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല. ഇനി നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ എന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ടൂൾ അയച്ചുതരാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്റർനാഷണൽ ക്ലയന്റ് UK, കാനഡ, ഇനി അഥവാ UAE പോലുള്ള രാജ്യങ്ങളിലെ ക്ലയന്റിന് കിട്ടുന്നത് ലിങ്ക്ഡിൻ ത്രൂ മാത്രമാണ്. നിങ്ങളുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസ്ഡ് ആണോ, നിങ്ങൾ ആക്റ്റീവ് ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ ഫോട്ടോ ആണ്. നിങ്ങൾ ഈ കാണുന്നത് പോലെ പ്രൊഫൈൽ ഫോട്ടോ കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ഇൻസ്റ്റഗ്രാം അല്ല, ഇത് ലിങ്ക്ഡിൻ ആണ്. ഇവിടെ പ്രൊഫഷണൽ അപ്പിയറൻസ് ഉണ്ടായിരിക്കണം, വെൽ ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഹെഡ്ലൈൻ ആണ്. ഈ ഹെഡ്ലൈനിൽ നിങ്ങളെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് നിങ്ങൾ എന്റെ പേര് ഇതാണ്, ഞാൻ ഈ കോളേജിൽ പഠിക്കുന്നു, ഞാൻ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നു കൊടുത്തിട്ട് മാത്രമേ കാര്യമില്ല. ഇൻഡസ്ട്രി കീവേഡ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ കൊടുക്കണമെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം. അത് മാത്രമല്ല നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കണം ലിങ്ക്ഡിന്റെ ബാനേഴ്സ് ആണ്. ഈ ബാനർ ഈ 3 രീതിയിൽ നിങ്ങൾക്ക് ബാനർ സെറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നമ്പർ കൊടുക്കാം, ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങനെയും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക, കോഡ്സ് കൊടുക്കുക, എന്തും ചെയ്യാം. സോ നിങ്ങളുടെ ലിങ്ക്ഡിൻ എങ്ങനെ ഒപ്റ്റിമൈസ്ഡ് ആണെന്നുള്ള കംപ്ലീറ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലിങ്ക്ഡിൻ എന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇനി ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ഉള്ള കാര്യങ്ങൾ ഞാൻ പാർട്ട് 2 കാണിക്കാം. ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ കാണാം.